കെ.എസ്.ഇ.ബി ചെയർമാൻ ബിജു പ്രഭാകറിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി. ബിജു പ്രഭാകർ ചെയ്ത കുറ്റം സർക്കാരിന് ഏറ്റെടുക്കാനാകില്ലെന്ന് വി.കെ. വിനോദ് പറഞ്ഞു. അതേസമയം കെ.എസ്.ഇ.ബി ഓഫീസ് ആക്രമണത്തിൽ ജീവനക്കാർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ CITU നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തു. കെ.എസ്.ഇ.ബി ചെയർമാൻ ബിജു പ്രഭാകറിന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും അതിനാലാണ് സർക്കാർ ഇടപെട്ട് കണക്ഷൻ പുനഃസ്ഥാപിച്ചത് എന്നും വി.കെ. വിനോദ് പറഞ്ഞു. തിരുവമ്പാടി കെ.എസ്.ഇ.ബി വിഷയത്തിൽ LDF സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CPIM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി. ബിജു പ്രഭാകർ എന്ന് പറയുന്ന IAS ചെയ്തതിന്റെ കുറ്റമൊന്നും ഇപ്പൊ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയില്ല. സർക്കാർ അത് അംഗീകരിക്കുന്നില്ല, ഞങ്ങളെ മുന്നണിയും അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഡിസ്കണക്ട് ചെയ്തത് കണക്ട് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനമാണ്. കെ.എസ്.ഇ.ബി ഓഫീസ് ആക്രമണത്തിൽ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. കൃത്യമായ ഗൂഢാലോചനയോടെയാണ് ആക്രമണം നടത്തിയത് എന്ന് ജീവനക്കാർ ആരോപിച്ചു. ജീവനക്കാരായ 2 പേർക്കെതിരെ കേസെടുത്ത പോലീസ് അക്രമികൾക്കൊപ്പമാണെന്നും തൊഴിലാളി യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. വിഷയത്തിൽ കെ.എസ്.ഇ.ബിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് കെ.എസ്.ഇ.ബി വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P.K. പ്രമോദ് പറഞ്ഞു. ഈ പോയ മർദ്ദനത്തിന് വിധേയരായ നമ്മുടെ ലൈൻമെന്റെയും സഹായിയുടെയും പേരിൽ ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ആ കേസ് വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല. ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് എവിടെയാണോ അവിടെ കയറിയിട്ടാണ് ഡിസ്കണക്ട് ചെയ്യുന്നത്. അവസാനം ചെയ്യുന്ന പണിയാണ് ഞങ്ങളത്. അവസാനമേ ചെയ്യൂ. ഈ പറഞ്ഞ ഫോൺ വിളി, അതുപോലെ തന്നെ നേരിട്ട് പോയി പറയൽ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റിൽ കയറി കട്ട് ചെയ്തത്. അപ്പോൾ അവരായിട്ട് സംസാരിക്കേണ്ട വിഷയം അവിടെ വരുന്നില്ല. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ റസാഖും കുടുംബവും ഉപഭോക്തൃ കോടതിയെ സമീപിക്കും. 24 കോഴിക്കോട്.